പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു, അവ്യക്തതയുണ്ട്, എന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ഞാൻ രാവിലെ കണ്ടൊരു ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ്, ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തരുത്. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. എനിക്ക് ആ കത്ത് കിട്ടി, എൻ്റെ കയ്യിൽ എൻ്റെ പറവൂരിലെ ഓഫീസിൽ കൊണ്ടുപോയി തന്നു. എന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് അവരോട്, മകനോടും ഭാര്യയോടും ചോദിക്കുകയാണ്, കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അവരെ പ്രകോപിപ്പിക്കുകയാണ്. അവരെനിക്കെതിരെ പറയണം, എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? ശരിയാണത്? ഇതാണോ മാധ്യമപ്രവർത്തനം? ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു 10 ദിവസം അതിനകം പറയണം. ഞാൻ ഒരു പാർട്ടിയിലെ ബാക്കി എല്ലാവരുമായിട്ട് ആലോചിച്ച് ഇത് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ കത്ത് പുറത്തു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി KPCC പ്രസിഡന്റ് തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ കമ്മിറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ഇമ്മച്ചും. ഈ CPM IC ബാലകൃഷ്ണൻ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കുകയാണ്, അതിലെന്താണ്? അതല്ല, ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്താണ് സംഭവം. ഇപ്പോൾ ഒരു ആക്ഷേപം വന്നു. ആ ആക്ഷേപത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ, അത് അന്വേഷിച്ച് പുറത്തു വരാതെ ഞാൻ അഭിപ്രായം പറയണത് ശരിയാണ്. ഈ വൈസ് ചാൻസലർ നിയമനത്തിലെ UGCയുടെ പുതിയ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ഒരു പുതിയ സെർച്ച് കമ്മിറ്റി, അതായത് കേന്ദ്ര സർക്കാരിനെ താല്പര്യമുള്ള ആളെ നിയമിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് ഗവർണർമാർക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്നത് നല്ലതല്ല. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഉള്ള സമയത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ സെലക്ഷൻ നടക്കാനുള്ള അന്തരീക്ഷമാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്തൊരു ഇരട്ടത്താപ്പാണ്. ഇപ്പോ IC ബാലകൃഷ്ണന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തിയാണ് പറയേണ്ടത്. ഇതിനു മുൻപ് ഈ പറയുന്ന ആത്മഹത്യാ പ്രേരണ കേസ്, PP ദേവിയുടെ കേസ് നമ്മളെല്ലാവരും കർശനമായി വിമർശിച്ചിട്ടാണ്. പക്ഷേ PP ദേവിക്കെതിരെ നിലപാടെടുത്ത പാർട്ടിയല്ലേ കോൺഗ്രസ്. അപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ പേരുണ്ടെങ്കിൽ പിന്നെ അന്വേഷണത്തിന് ശേഷം നടപടി എടുക്കാൻ പാടുള്ളൂ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പുതിയ തെളിവുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിക്കില്ല. ഇനിയും കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ വ്യക്തമായി പുറത്തേക്ക് വരേണ്ടതുണ്ട്. കോൺഗ്രസിനും നടപടിയെടുക്കേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നതാണ് കരുതേണ്ടത്.